ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവം പണിയുന്ന കുടുംബത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയെ സൃഷ്ടിക്കും എന്നരുളി ചെയ്തു. സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവം സൃഷ്ടിച്ച ഒന്നാമത്തെ സ്ഥാപനം കുടുംബമാകുന്നു. മനുഷ്യ സമൂഹത്തിലെ അതിപ്രധാനമായ ഘടകവും കുടുംബം തന്നെയാണ്. ദൈവം തൻ്റെ സൃഷ്ടിയിൽ നല്ലതല്ല എന്ന് കണ്ടത് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ഏകനായിരിക്കുന്നതാണ്. അതിനാൽ ദൈവം സൃഷ്ടിച്ച സകല മൃഗങ്ങളെയും പക്ഷികളെയും ആദാമിൻ്റെ മുന്നിൽ വിളിച്ചു വരുത്തി. ആദാം ഓരോന്നിനും അതിൻ്റേതായ പേർ വിളിച്ചു വിട്ടു. ഇതിൽ നിന്നും ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി: മനുഷ്യന് തക്ക തുണയായിരിക്കേണ്ടത് പറന്നു നടക്കുന്ന പർവ്വജാതികളായിരിക്കരുത്, മൃഗമായിരിക്കരുത്. അതിനാൽ ദൈവം ആദാമിന് ഗാഢനിദ്ര കൊടുത്തു. ആദാമിൻ്റെ അസ്ഥികളിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഒരുവളെ ഉളവാക്കി ആദാമിന് തക്ക തുണയായി നൽകി. അവരെ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ ദൈവം ഏദൻ പറുദീസയിൽ ആദ്യത്തെ കുടുംബത്തിന് രൂപം കൊടുത്തു. എന്തിനെന്ന് നാം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഏകാന്തതയുടെ ദുരിതത്തിൽ നിന്നും കൂട്ടായ്മയുടെ പറുദീസയിലേക്ക് ദൈവം കുടുംബത്തെ ഉയർത്തി. സ്തോത്രം. ഇന്നു മുതൽ നിങ്ങൾ രണ്ടല്ല, ഒരു ദേഹമത്രേ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്ന ദൈവകൽപ്പനയും നൽകി അവരെ അനുഗ്രഹിച്ചു. ശരീരം കൊണ്ട് രണ്ടാണെങ്കിലും ആത്മാവ് ഒന്നായിരിക്കണം, മനസ്സൊന്നായിരിക്കണം. അതായത് ആദാമിൽ അന്തർലീനമായിരുന്ന അവയെയാണ് ദൈവം പുറത്തെടുത്തത്. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ശരീരമായി തീരും. അതായത് തൻ്റെ ശരീരത്തോട് തന്നെ ചേരുന്നു. ഭാര്യ ഭർത്താക്കന്മാർ ജീവിതം പങ്കുവെച്ചും സ്നേഹത്തിൻ്റെ മാധുര്യം നുകർന്നും കൊണ്ട് ഈ ബന്ധത്തെ ഉറപ്പിക്കണം. സ്തോത്രം. കുടുംബത്തിൽ ഭാര്യ ഭർത്തൃ ഐക്യതയ്ക്ക്, കൂട്ടായ്മയ്ക്ക്, സ്നേഹക്കുറവിന് ഉലച്ചൽ സംഭവിക്കുന്നത് പലപ്പോഴും നാവ് കൊണ്ട് പാപം ചെയ്യുന്നത് കൊണ്ടാണ്. നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കാത്തത് കൊണ്ട് ശത്രുവായവൻ കുടുംബത്തിൽ വാഴുന്നു. വായിൽ കിടക്കുന്ന നാവ് നിയന്ത്രിച്ചില്ലെങ്കിൽ വാക്ക് തർക്കമായി, ഉന്തായി, തള്ളായി, അടിയായി, പിടിയായി, വലിയായി, സംശയമായി, സന്ധ്യയായി, ഉഷസായി 1-ാം ദിവസം കഴിഞ്ഞു. 2-ാം ദിവസം മിണ്ടാട്ടമില്ല, ഉരിയാട്ടമില്ല, തമ്മിൽ നോട്ടമില്ല, ചായയില്ല, കാപ്പിയില്ല, വെപ്പില്ല, കുടിയില്ല, ഉറക്കമില്ല, സമാധാനമില്ല. സന്ധ്യയായി, ഉഷസായി 2-ാം ദിവസവും കഴിഞ്ഞു. 3-ാം ദിവസം പ്രശ്നം ഗുരുതരം. എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കണം. പറഞ്ഞാലും തീരത്തില്ല. കണ്ടുമുട്ടിയ നാൾ മുതൽ, പെണ്ണ് കാണാൻ വന്ന നാൾ മുതൽ ഉള്ള സ്റ്റോക്ക് ബാക്കിയുണ്ട്. അങ്ങനെ സന്ധ്യയായി, ഉഷസായി 3-ാം ദിവസവും കഴിഞ്ഞു. പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങളുള്ള ഭവനത്തിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്താ കാരണം? കുടുംബത്തിൽ ദൈവത്തിന് സ്ഥാനമില്ല, കുടുംബ പ്രാർത്ഥനയില്ല. ദൈവിക പ്രമാണങ്ങൾക്ക്, ദൈവിക കാര്യങ്ങൾക്ക്, ദൈവവചനത്തിന് യോജിക്കുന്ന രീതിയിലല്ല കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത്. കർത്താവ് തൻ്റെ സഭയ്ക്ക് വേണ്ടി സകലവും സഹിച്ചു, ക്ഷമിച്ചു. ഈ സ്നേഹം, ഈ ക്ഷമ, ഈ സഹിഷ്ണുത സ്വന്തം ഭാര്യയോട് ഓരോ ഭർത്താക്കന്മാർക്കും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ തിരിച്ചും വേണം. ഭാര്യയെ പ്രശംസിക്കുന്ന ഭർത്താവ് അവരുടെ കുടുംബജീവിതത്തിൽ മക്കൾ അമ്മയെ ഭാഗ്യവതി എന്ന് വിളിക്കും. ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യ അവരുടെ കുടുംബത്തിൽ മക്കൾ പിതാവിനെ അനുസരിച്ചിരിക്കും. അപ്പൻ, അമ്മ, മക്കൾ, സഹോദരി, സഹോദരന്മാർ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, സന്തോഷമുള്ള കുടുംബം, സ്നേഹമുള്ള കുടുംബം, ദൈവം വസിക്കുന്ന കുടുംബം, അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ഈ ഭൂമിയിൽ ദൈവം കുടുംബത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇതാണ്. സ്തോത്രം. 128-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ, യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ കൂടി നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ ഭക്ഷിക്കും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും.
നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഭാര്യയെ മുന്തിരിവള്ളിയോട് ഉപമിച്ചിരിക്കുന്നു, മക്കളെ ഒലിവ് തൈകളോട്. മേശ കൂട്ടായ്മയെ കാണിക്കുന്നു. ഭവനത്തിൽ അപ്പൻ അമ്മ മക്കൾ ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥനയും ഫെലോഷിപ്പും ഉണ്ടെങ്കിൽ ആ ഭവനം ഈ ഭൂമിയിലെ ഒരു കൊച്ചു സ്വർഗമാണ്. ഇങ്ങനെയുള്ള ഭവനത്തിലെ പുരുഷന്മാർ ആണ് ഭാഗ്യവാന്മാർ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്. സ്തോത്രം. ദൈവവചനമനുസരിച്ച് കുടുംബജീവിതം മുന്നോട്ട് നയിച്ചില്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുകയില്ല. കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ വല്ല മാനസിക രോഗവും പിടിപെടും. അപ്പോൾ നിൻ്റെ കൈകളുടെ അധ്വാനഫലം ഭക്ഷിക്കുന്നത് വല്ല ആശുപത്രിക്കാരുമായിരിക്കും. അല്ലെങ്കിൽ അല്പസമാധാനത്തിന് വേണ്ടി അല്ല കള്ളുഷാപ്പിലൊക്കെ പോകും. അപ്പോഴും നിൻ്റെ കൈകളുടെ അധ്വാനഫലം ഭക്ഷിക്കുന്നത് വല്ലവരുമായിരിക്കും. ഇങ്ങനെയുള്ള കുടുംബത്തിൽ എന്നും കലഹവും കഷ്ടപ്പാടുകളുമാണ് ഉണ്ടാകുക. മാത്രവുമല്ല, ഭാര്യയുടെ കുത്തുവാക്കുകളും മക്കളുടെ ചൊറിയൻ വർത്തമാനവുമായിരിക്കും ഇങ്ങനെയുള്ള പുരുഷന്മാർക്ക് ലഭിക്കുന്നത്. സ്തോത്രം. ദൈവകൽപ്പന അനുസരിക്കാതെ ദൈവവചനത്തിന് കീഴ്പ്പെടാതെ ജീവിച്ച ഒരു കുടുംബമാണ് ആദാം കുടുംബം. ഏദൻ പർദീസയിൽ വളരെ സ്നേഹത്തിലും ദൈവത്തോട് ദിനംപ്രതി കൂട്ടായ്മയായി ആചരിച്ചും ജീവിച്ച ഒരു കുടുംബത്തിൻ്റെ വീഴ്ചയ്ക്ക് തകർച്ചയ്ക്ക് കാരണം ദൈവകൽപ്പന ലംഘനമായിരുന്നു. ഭാര്യയുടെ കൺമോഹവും ജീവിതത്തിൻ്റെ പ്രതാപവുമായിരുന്നു. ദൈവകൽപ്പന ലംഘിച്ചു, മോഹത്തെ ഗർഭം ധരിച്ചു, പാപത്തെ പ്രസവിച്ചു, പ്രതീക്ഷ നഷ്ടമായി. മോഹത്താൽ പാപം ആദം കുടുംബത്തിൽ പ്രവേശിച്ചപ്പോൾ അവരുടെ കാഴ്ചയ്ക്ക് വ്യത്യാസം വന്നു, അവരുടെ സംസാരത്തിന് വ്യത്യാസം വന്നു, അവരുടെ പ്രവൃത്തികൾക്ക് വ്യത്യാസം വന്നു. പാപം കുടുംബത്തിൽ പ്രവേശിക്കുമ്പോൾ ദൈവിക പ്രമാണങ്ങൾ നീങ്ങിപ്പോകുന്നു. അവരുടെ കാഴ്ചയ്ക്ക് വന്ന വ്യത്യാസം, മാറ്റം എന്താണ്? ദൈവകൽപ്പന ലംഘിക്കുകയും ദൈവം വിലക്കിയിരുന്ന വിഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ദൈവ തേജസ് അവരിൽ നിന്നും വിട്ടുപോയി. അവരുടെ ആത്മീയ കണ്ണുകൾ സാത്താൻ കുരുടാക്കി കളഞ്ഞു. സ്തോത്രം. ആദാം ദമ്പതികൾ മാത്രമാണ് ഏദൻ പർദീസയിൽ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലവർ നഗ്നത എന്താണെന്ന് തിരിച്ചറിഞ്ഞു. കിട്ടിയത് അത്തിയിലയാണെങ്കിലും അത് പറിച്ച് തുന്നിക്കൂട്ടി അരയാടയുണ്ടാക്കി അവർ നഗ്നത മറച്ചു. മോഹം ആദം കുടുംബത്തിൽ പ്രവേശിച്ചപ്പോൾ ദൈവ തേജസ് അവരിൽ നിന്നും വിട്ടുപോയി. അവർ പാപത്തിനടിമയായി അവരുടെ കാഴ്ചയ്ക്ക് വ്യത്യാസം വന്നു. നമ്മുടെ കുടുംബത്തിൽ ശത്രുവായവൻ പ്രവർത്തിക്കുവാൻ കാരണം ഒരുപക്ഷെ നമ്മുടെ മോഹമല്ലേ? രണ്ടാമതായി, പാപം ആദം കുടുംബത്തിൽ പ്രവേശിച്ചപ്പോൾ അവരുടെ സംസാരത്തിൽ വന്ന മാറ്റം. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് തക്കതായ തുണയെ ദൈവം സൃഷ്ടിച്ചു കൊടുത്തു. സ്തോത്രം. ആദാം ഗാഢനിദ്രയിൽ നിന്നും കണ്ണ് തുറന്ന് എഴുന്നേറ്റപ്പോൾ കണ്ടത് ഒരു സ്ത്രീ തൻ്റെ അടുത്തിരിക്കുന്നതാണ്. ഉടനെ സ്ത്രീക്ക് പേർ വിളിച്ചു, നാരി. ഇവൾ ഇപ്പോൾ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും ആയി. ഇനി എനിക്ക് വേറെ ആരും വേണ്ട, അപ്പനും വേണ്ട, അമ്മയും വേണ്ട, സഹോദരങ്ങളും വേണ്ട, ഇവൾ മാത്രം മതിയ എന്ന് പറഞ്ഞ പുള്ളി ഇപ്പോൾ പറയുന്നു, നീ എനിക്ക് തുണയായി തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. സ്തോത്രം. അങ്ങനെ ദൈവത്തെ ആദാം പഴിചാരി ഹവ്വയെ കുറ്റപ്പെടുത്തുന്നു. മോഹം മനുഷ്യൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തൻ്റെ മാംസത്തിൻ്റെ മാംസവും അസ്ഥിയുടെ അസ്ഥിയുമായവളെ മനസ്സുകൊണ്ട് തള്ളിപ്പറയുന്നു, ദൈവത്തെ പഴിചാരുന്നു. നാം ഒന്ന് ചിന്തിച്ച് നോക്കുക, എത്ര വട്ടം നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞവളെ നാം തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇവൻ എൻ്റെ മാത്രമാണെന്ന് പറഞ്ഞവനെ
എത്ര വട്ടം മനസ്സുകൊണ്ട് തള്ളി പറഞ്ഞിട്ടുണ്ട്. ആദാമിൻ്റെ സംസാരത്തിൽ വ്യത്യാസം വരാൻ കാരണം ദൈവകൽപ്പന ലംഘനമായിരുന്നു, ദൈവവചനത്തോടുള്ള അനുസരണക്കേടായിരുന്നു. ആദാം പറഞ്ഞത്, നീ എനിക്ക് തുണയായി തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. മറ്റൊന്നുമല്ല, ഈ ദൈവകൽപ്പനയ്ക്ക്, ഈ ദൈവവചനത്തിന്, ഈ അനുസരണക്കേടിന് കാരണക്കാരി നിൽക്കുന്നവളാണ്. അവളോട് വേണേ ചോദിക്കുക. സ്തോത്രം. എന്തൊരു മറുതലിക്കുന്ന സ്വഭാവം! ഈ സ്വഭാവത്തിന് ഇനി എന്നാ നമ്മുടെ കുടുംബജീവിതത്തിനൊരു മാറ്റം വരുത്തുക? ഈ സ്വഭാവത്തിന് മാറ്റം വരാത്ത പല കുടുംബങ്ങളിലും ഇന്ന് സമാധാനമില്ല. ആദാം പറഞ്ഞത് ദൈവം അക്ഷരം പ്രതി അനുസരിച്ചു. ദൈവം സ്ത്രീയോട് ചോദിക്കുന്നു, സ്ത്രീയെ, നീ ഈ ചെയ്തത് എന്ത്? അവയുടെ മറുപടി ശ്രദ്ധിക്കുക. ആ പാമ്പിനെ പറ്റിച്ചു. ആ പാമ്പ് കൗശലമായി അടുത്ത് വന്നപ്പോൾ അവയ്ക്ക് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, അങ്ങേരിവിടെയില്ല, അങ്ങേരുള്ളപ്പോൾ മാത്രം വന്നാൽ മതിയെന്ന്. ഭർത്താവിനോട് ഒരു അഭിപ്രായം ചോദിക്കാതെ സാത്താൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്ത് അങ്ങനെ കുടുംബജീവിതത്തിൻ്റെ സമാധാനം കളഞ്ഞ്, സ്തോത്രം, നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. ആദാമിനെ പോലെ സ്വന്തം ഭാര്യയെ എല്ലാറ്റിനും പഴിചാരുന്ന സ്വഭാവമാണോ? ദൈവത്തെ തള്ളിപ്പറയുന്ന സ്വഭാവമാണോ? അവയെപ്പോലെ സ്വന്തം തെറ്റിനെ മറച്ചു പിടിച്ച് വല്ല പാമ്പിനെയും പഴിചാരുന്ന സ്വഭാവമാണോ? അങ്ങനെയാണെങ്കിൽ മാനസാന്തരപ്പെടുക. കുടുംബജീവിതം തുടങ്ങിയിട്ട് 5 വർഷം, 10 വർഷം, 15 വർഷം, 25 വർഷം, അങ്ങനെ നോക്കിയാൽ 50 വർഷം ഇപ്പോഴും പഴിചാരുന്ന സ്വഭാവമാണോ? എങ്കിൽ അത് നിർത്തുക. എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കുടുംബജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, കുടുംബജീവിതം കൊണ്ട് കർത്താവിനെ ഉയർത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആദാം കുടുംബത്തെപ്പോലെ പരദീസ നഷ്ടമാകും, നിങ്ങൾ നിത്യതയിൽ കാണുകയില്ല. സ്തോത്രം. മൂന്നാമതായി, പാപം ആദാം കുടുംബത്തിൽ പ്രവേശിച്ചപ്പോൾ അവരുടെ പ്രവൃത്തിയിൽ വന്ന മാറ്റം. ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുവാൻ കാതോർത്തിരുന്ന ആദാം ദമ്പതിമാർ മോഹത്താൽ പാപം അവരുടെ ഉള്ളിൽ കയറിയപ്പോൾ അവരുടെ പ്രവൃത്തിക്ക് വ്യത്യാസമുണ്ടായി. അവർ മരത്തിൻ്റെ മറവിൽ ഓടി ഒളിച്ചു. പാപം ഉള്ളിൽ കിടക്കുമ്പോൾ പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ വരുവാൻ കഴിയുകയില്ല. ഇതാ പാപം നിൻ്റെ വാതിക്കൽ കിടക്കുന്നു, നീ അതിനെ ജയിക്കണം. പാപത്തെ ജയിച്ചില്ലെങ്കിൽ ആത്മീയ കണ്ണുകൾ കുരുടായിപ്പോവും, ദൈവ തേജസ് നഷ്ടമാകും. ദൈവകൽപ്പന ലംഘിച്ചതുകൊണ്ട് അവരെ ദൈവം ഏദൻ പർദീസയിൽ നിന്നും പുറത്തിറക്കി കളഞ്ഞു. കുടുംബത്തിൽ പാപം പ്രവേശിച്ചപ്പോൾ അവരുടെ കാഴ്ചയ്ക്ക് മാറ്റം വന്നു, അവരുടെ സംസാരത്തിന് മാറ്റം വന്നു, അവരുടെ പ്രവൃത്തിയിൽ മാറ്റം വന്നു. എല്ലാ കുടുംബ സമാധാനവും നഷ്ടമായി, പർദീസ നഷ്ടമായി, നിത്യത നഷ്ടമായി. സ്തോത്രം. നാം നമ്മളിലേക്കൊന്ന് നോക്കുക. നാം എവിടെ നിൽക്കുന്നു? ഒരു മടങ്ങി വരവിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കും. മക്കൾ, ഭാര്യ, വീട്, അധ്വാനം എല്ലാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ കൂടി നടക്കണം. നിങ്ങളുടെ കുടുംബം ഈ ഭൂമിയിലെ ഒരു കൊച്ചു സ്വർഗമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഗാഡ് ബ്ലസ് യു ഓൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം.